ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വരാവുന്ന ഒട്ടേറെ രോഗങ്ങളുണ്ട്. ഇതിനാണ് ഋതുസന്ധിയിൽ വരുന്ന രോഗങ്ങൾ എന്നാ പറയാ. സാമൂഹികമായ തലങ്ങളിൽ വരുന്ന രോഗങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്ന് വിനാശകരമായി വരുന്ന ഒന്നോടെ നമ്മെ കടപുഴക്കിയ രോഗങ്ങളുണ്ട്. അങ്ങനെയുണ്ടാവും. അതിനേക്കാളൊക്കെ പ്രധാനമുള്ളവ ഒന്ന് സാമൂഹികമായി വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി പറഞ്ഞാൽ, ശബരിമല സന്നിധാനത്തിലേക്ക് ലോകത്തെ നാനാകത്തുന്ന ആളുകൾ വന്ന് മകരവിളക്കാകാറാവുമ്പോൾ അവിടുന്ന് ഒരു ചായ കുടിച്ചു നോക്കുക. ഒരു 100 ഈച്ച ആ ചായക്കകത്തുണ്ടാവും. മനസ്സിലായതെന്നറിയില്ല. ശബരിമല നല്ല സ്ഥലമൊക്കെയാണ്. ആ ചായക്കകത്ത് തന്നെ 100 ഈച്ച മുങ്ങിച്ചത്തിട്ടുണ്ടാവും. പുകയിലേക്ക് മത്തി വെക്കുന്ന സമയത്ത് കാസർഗോഡ് പോയൊരു ചായ കുടിക്കുക. കാസർഗോഡ് പോയിട്ടുണ്ടാവില്ല, അറിയോ? കാഞ്ഞങ്ങാടായാലും മതി. അവിടെ ചെന്നിട്ടൊരു ചായ വാങ്ങിക്കുക. പൊത്തിപ്പിടിച്ചാലും വിരലിനിടയിൽ കൂടെ അവൻ ചായക്കകത്ത് ചാടും. ഇപ്പൊ രോഗം വരാവുന്ന വലിയൊരു വാതായനം അവിടെ തുറന്നിട്ടിരിക്കുന്നത്. പമ്പയിലെ വെള്ളത്തില് മനുഷ്യ ശരീരത്തിന് സഹിക്കാവുന്നതിൽ കൂടുതൽ മലമുണ്ട്. മനുഷ്യ ശരീരത്തിന് സഹായിക്കാവുന്നതിൽ കൂടുതൽ മലമുണ്ട്. ഗുരുവായൂരും അർത്തുങ്കലും ഒക്കെ ചെന്നാൽ അവിടുത്തെ അമ്പലത്തിലും പള്ളിക്കും സമീപമുള്ള വീടുകളിലെ കിണറ്റിലും സഹിക്കാവുന്നതിൽ കൂടുതൽ മലമുണ്ട്. കിണറ്റിലെ വെള്ളത്തിലും. മനസ്സിലായോന്നറിയില്ല. മലം എന്ന് പറഞ്ഞാല് ഫിൽത്ത്, വേസ്റ്റ് അല്ല, നമ്മൾ കളയുന്നത്, ഒഴിച്ചു വന്ന് കയറുന്നത്. അപ്പോ ശബരിമല കഴിഞ്ഞു ചോദിക്കാം, ചോദ്യത്തിന് സമയം തരാം. ശബരിമലയിലെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകും അമീബിക് ഡിസെൻട്രി ഒക്കെ കൂടുതൽ കുട്ടികൾക്കുണ്ടാവും, ആ പരിസരവാസികൾക്ക്. ഇത് ശുചീകരണത്തിലും മറ്റുള്ളതിലൊക്കെ സാമൂഹികമായി സൂക്ഷിക്കാത്തതിന്റെ. അപ്പം സമൂഹമുണ്ടാക്കുന്നത്, അതാ ഉദാഹരണം. മനസ്സിലായി? പ്രകൃതി ഉണ്ടാക്കുന്നുണ്ട്. ബോംബെയിലും എറണാകുളത്തുമൊക്കെ മഴ അടച്ചു പെയ്താല്, നിങ്ങളെ എറണാകുളംകാരൊക്കെ ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഓടയുടെ സൈഡിൽ കൂടെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയാം. അതിന്റെ ജോയിന്റുകളിൽ ചോർച്ച കാണും. ചിലത് തുരുമ്പെടുത്ത് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഈ വെള്ളം പൊങ്ങുമ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ലീച്ച് പിറ്റിൽ നിന്ന് മറ്റവൻ പുറത്തിയാടും. മനസ്സിലായെന്നറിയില്ല. ലീച്ച് പിറ്റ് എന്നല്ല ഞങ്ങൾ പറയാം. ആ സെപ്റ്റിക് ടാങ്ക് അതിൽ നിന്ന് പുറത്തിയാടും. പൊങ്ങിയാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിലോട്ട് അവൻ ഇറങ്ങും. അത് ഈ ഓടയിലൂടെയൊക്കെ നിറഞ്ഞെങ്ങനെ ഒഴുകുമ്പോ ഈ പൈപ്പിന്റെ പൊട്ടലിലൂടെ അവൻ അതിന്റെ അകത്തോട്ട് കയറും. പിന്നെ ഈ പൈപ്പിലെ വെള്ളം എടുത്ത് കഞ്ഞിക്ക് അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുമ്പോ കുറച്ച് നമ്മുടെ ചാണകമൊക്കെ അകത്ത് ചെല്ലും. എനിക്കതറിയില്ല. നിങ്ങളെന്നോട് ഉദാഹരണം ചോദിച്ചു, ഞാനത് പറഞ്ഞു. നാളെ നിങ്ങൾക്ക് എറണാകുളത്ത് പോയി കഴിക്കാൻ മേലാതായി പോയെങ്കിൽ ഉത്തരവാദി ഞാനല്ല, പൈപ്പ് മാറ്റിയിടുക എന്നേ എനിക്ക് പറയാൻ പറ്റും. അങ്ങനല്ല എന്റെ. നിങ്ങൾ ഉദാഹരണം ചോദിച്ചിട്ടാവ. അപ്പൊ പ്രകൃതി ഒന്ന് കുടഞ്ഞാൽ ഒരു, അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ സാമൂഹികമായ പ്രകൃതിയുടെ ദിനത്തിന്റെ
നമുക്ക് ജീവിച്ചില്ലെങ്കിൽ കാലത്ത് കഴിക്കേണ്ടത് തീരുമാനിക്കണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് തീരുമാനിക്കണം. അതിന്റെ ആഹാര പദാർത്ഥങ്ങളുടെ വൈരുദ്ധ്യത്തിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിൽ ഒരു പാചകം ചെയ്ത് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതിന് അച്ഛൻ മകളെ കൊണ്ട് പഠിക്കാൻ വിട്ടു. ഹോം സയൻസ് KM മാത്യുവിന്റെ പാചക പുസ്തകം വെച്ച് പഠിച്ചു. മകള് തിരിച്ചു വന്നു. മകള് നല്ല മത്തിക്കറി ഉണ്ടാക്കി, തൈരൊഴിച്ച്, കൊടംപുളി ഇട്ട് വേണ്ടാന്ന് തീരുമാനിച്ചു. കൊടംപുളിയൊന്നും വേണ്ട, ഇതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാം, തൈരൊഴിച്ചാൽ കുറെ കൂടെ സ്വാദാണ്. തൈരും മല്ലിയുടെ സ്വാദും കൂടെ വരുമ്പോ ആ കോമ്പിനേഷൻ ഗംഭീരമാണെന്ന് തീരുമാനിച്ചു. ഉണ്ടാക്കി അച്ഛനും മകൾക്കും കൊടുത്തു. അച്ഛന്റെ തലയില് അല്പം താരണേ ഉണ്ടായിരുന്നുള്ളൂ, അല്പം ഉണ്ടായിരുന്നുള്ളൂ. 2 ആഴ്ച കഴിച്ചപ്പോഴത്തേക്ക് ചെവിയുടെ അതിലെ താഴോട്ടിറങ്ങിയവൻ കർണമൂലം വഴി താഴോട്ട് വന്ന് ഇപ്പൊ ദേഹം മുഴുവനുമായി. ഇത് കഴിച്ച വിവരമൊന്നും ഓർക്കാതെ അച്ഛൻ പോയി ഡോക്ടറെ പോയി കണ്ടു. പറഞ്ഞു സോറിയാസിസ് ആണെന്ന് പറഞ്ഞു. ഇത് മാറുകയൊന്നുമില്ല. അങ്ങനെയും കൂടെ പറഞ്ഞു കൊടുത്തു. ഇനി നീ ഇത് ജന്മജന്മാന്തരങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെ. ഇത് വിരുദ്ധ ആഹാരത്തിൽ നിന്ന് വന്നതാ. ഒരുപാടുണ്ട്. ആഹാരം എന്ന് പറഞ്ഞൊരു ശാഖ പഠിക്കുമ്പോ എത്ര പുസ്തകങ്ങളാ ഇതിന്, എത്രത്തോളമാണ് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്, എന്തെന്ത് ഗവേഷണങ്ങളാണ് നടത്തിയത്. ഒരു പ്രാവശ്യം വായിക്കണമെങ്കിൽ എത്ര നാള് വേണം, പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ബുദ്ധി വേണം. ഇന്നും വാങ്ങിക്കാൻ കിട്ടുന്ന പുസ്തകമൊക്കെ അപ്പം തിന്നാ പോരെ കാരണവരെ, എന്തിനാ ഈ കുഴിയൊക്കെ എണ്ണ എഴുതിയത്? തലേന്ന് നിന്നാണോ എഴുതിയത്? അവര് നാക്ക് മഷിയിൽ എഴുതിയോ? സ്റ്റീൽ പേന പിടിച്ച്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, രോഗം ഉണ്ടായി കണ്ടിട്ട് പതിച്ചെഴുതിയോ? ആകാൻ CT സ്കാനോ ആയിരുന്നോ? ഇതിനൊക്കെ ഒറ്റ ഉത്തരവ് ഉണ്ടായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ അച്ഛന്റെ കല്യാണം എനിക്കറിയില്ല. ഇല്ല, ഒരറിവും കിട്ടില്ല. ഇത് അറിഞ്ഞ കാര്യമില്ല. അങ്ങനെ വരുന്നു. അതിനേക്കാൾ നല്ലത് നമുക്ക് വേണേ നമ്മളൊന്ന് കെട്ടിക്കോണം. സിമ്പിൾ. ശാസ്ത്രത്തിന്റെ നിഗമനികങ്ങളും ആഗമനികങ്ങളുമായ പഠനങ്ങളിൽ പൂർവാചാര്യന്മാർ പോയ പന്ഥാവ് നമുക്ക് അനിശ്ചിതമാണ്. പിൻഗാമികൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ അനിശ്ചിതമാണ്. അതെ, അത് കിട്ടിയാൽ ഉടനെ പഠിച്ചോളുക, അത് കിട്ടിയാൽ ഉടനെ പഠിച്ചോളുക. അതുകൊണ്ട് അന്ന് അവരെങ്ങനെയാ കണ്ടുപിടിച്ചേ? അതൊരു രക്ഷയില്ല. കാരണം ചിലരൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ലെന്ന് മാത്രം. രാഹുൽ സാങ്കൃത്യായനോടും DD കൊസാംബിയോടും ഒക്കെ ചോദിച്ചാൽ കൃത്യമായി പറയും. കാരണം വ്യാസന്റെയും വസിഷ്ഠന്റെയും അടുക്കളയിൽ കഞ്ഞി വെച്ചു കൊടുക്കുകയും വ്യാസനും വസിഷ്ഠനും ഉണ്ടായിരുന്ന കാലത്ത് പശുവിന് പുല്ല് പറിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാകാം. അന്ന് നമ്മളുണ്ടോ ഉള്ളൂ, നമുക്കറിയില്ല. ഒന്നുണ്ട്, അവരെഴുതി വെച്ചതെന്ന് പറയുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിന് അവരെഴുതി വെച്ചതല്ല, ഇന്നാരെങ്കിലും എഴുതിയതായാലും ഇന്നത്തെ പഠനം പോലും അത്രയും വന്നിട്ടില്ലാത്തതുകൊണ്ട് മനോഹര. ബസ് പോരെ, പോരെ, അത് പോരെ. എനിക്കിത് അവരെഴുതിയതാണെന്ന് തന്നെ നിർബന്ധവുമില്ല. ഇതിന് കാലം കുറെ പഴയതാണെന്ന് പറഞ്ഞാലും ഇന്നലെയാണെന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് നമുക്കറിയാത്ത സാധനം ഇതൊക്കെ, ശരിയല്ലേ? നമുക്കറിയാൻ മേലാത്ത സാധനം ഇതൊക്കെ. അതിപ്പോ നാളെ എഴുതാൻ പോകുന്നതായാൽ പോലും ഇപ്പോഴും അറിയാൻ മേലാത്തതായതുകൊണ്ട് അത് മനോഹരമാണ്. അറിയാവുന്ന ഒരു സാധനം പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ മനോഹാരിതയൊന്നുമില്ല. നമുക്ക് ഇന്ന് പോലും അറിയില്ലാത്തത് ഇന്നലെയുള്ളൊരു അപ്പൂപ്പൻ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഡാർവിന്റെ കൂടെ പോകാനൊരു ശാലം വിഷമമുണ്ട്.
മനസ്സിലായില്ല? കാരണം അച്ഛൻ കുരങ്ങനും അച്ഛൻ ചിമ്പാൻസിയും അപ്പൂപ്പൻ മൂത്ത കുരങ്ങനുമാണെന്ന പഠനം പോരായ്മയുള്ളവാക്കും. അതൊക്കെ നമുക്ക് സമ്മതം, അതൊക്കെ സമ്മതം, അതിനൊന്നും എതിരില്ല. പക്ഷേ അപ്പനെ കുറിച്ച് അറിയില്ലെന്നേ പറഞ്ഞു. അപ്പനാന്ന് മാത്രം അറിയാം. കാരണവരിങ്ങനെ വല്ലതൊക്കെ ചോദിക്കുന്നതുകൊണ്ട് രണ്ട് തമാശയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലേ. അതുകൊണ്ട് കാരണവരുടെ ചോദ്യം കാരണം ക്ലാസ് മറന്നു. ശരി, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? വീണ്ടും മറന്നു. വിരുദ്ധാഹാരം. അപ്പൊ ആഹാരം രണ്ട് പദാർത്ഥങ്ങളുടെ രാസ സംയോഗം കൊണ്ടുള്ള വൈരുദ്ധ്യം, സമം വിഷമം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പദാർത്ഥങ്ങളുടെ രസം, വീര്യം, വിഭാഗം, അത് നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ? പറഞ്ഞു തോന്നുന്നു ഇല്ല? അവിടെ വെച്ച് പറഞ്ഞു എനിക്ക് തോന്നുന്നു. രസം, വീര്യം, വിഭാഗം, പ്രഭാവം, കുറെ ഉണ്ട്. പ്രഭാവത്തിൽ തന്നെ രണ്ടുണ്ട്. സജാതീയ പ്രത്യയാരബ്ധവും വികൃതി പ്രത്യയാരബ്ധവും. അപ്പോ ഇത് പഠിക്കാൻ പോകുമ്പോ ഇന്ന ഇന്ന രസങ്ങൾ സംയോജിച്ചാൽ ഇതിന്റെ 1000 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ട്. 1000 എന്ന് പറഞ്ഞാൽ എണ്ണമറ്റാന്ന് അർത്ഥം, അല്ല കൃത്യം 1000 എന്നല്ല. ഗുണങ്ങളും അങ്ങനെ തന്നെ. വിഭാഗം രസത്തിന്റെ തന്നെ ഒരു ആന്തരിക ഭാഗമാണ്. കഴിച്ചൊരാഹാരം പചിച്ചു കഴിയുമ്പോൾ അതിന്റെ രസം എന്താണ്? കഴിക്കുമ്പോൾ മധുരമുള്ള പദാർത്ഥം പാകമായി കഴിയുമ്പോൾ മധുരോ, കഴിക്കുമ്പോൾ ഉപ്പുള്ളൊരു പദാർത്ഥം പാകമായി കഴിയുമ്പോൾ ഉപ്പില്ല, പിന്നെ മധുരോ. അതുകൊണ്ടാണ് മധുമേഹ രോഗി കൂടുതൽ ഉപ്പ് കഴിച്ചാൽ മേഹം കൂടും. മനസ്സിലായില്ല? ഞാൻ ഒരു മധുരവും കഴിച്ചിട്ടില്ല ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞതിന് ശേഷം പഞ്ചസാര തൊട്ടിട്ടില്ല, പഴങ്ങൾ കഴിക്കാറില്ല, അരിയാഹാരം നിർത്തി, ഉപ്പ് നല്ലോലെ കൂട്ടാറുണ്ടാകാമല്ലോ, ആ ഉപ്പ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മധുമേഹം കൂടും. നല്ലപോലെ ഉപ്പ് കൂട്ടി അങ്ങ് അടിച്ചാൽ പിന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ 120 ഉണ്ടായിരുന്ന 250. ഇതിന് വിഭാഗം അറിയണം. മധുരവും ലവണവും, ലവണം ഉപ്പ്, ഇതൊക്കെ ഞാൻ പറഞ്ഞാന്നാ എന്റെ ഓർമ്മ. ഇതൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞ ആ ക്ലാസ്സിൽ അല്ലേ. ഈ ഉദാഹരണം പറഞ്ഞില്ല, അതൊക്കെ ഉറപ്പ് തന്നെ. അപ്പൊ ലവണം മധുരമായി മാറും. അമ്ളം, പുളി, സംസ്കൃതത്തിൽ അമ്ളം എന്നാ പറയാ പുളിക്ക്. അമ്ലങ്ങളെല്ലാം പുളിയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ആസിഡ്, അമ്ളം വിഭാഗത്തിൽ അമ്ലമാണ്. കയ്പും ചവർപ്പും കടുവും
തിക്തം കഷായം കടു, കടുതിക്ത കഷായങ്ങൾ. കടു എരിവ്, തിക്തം കയ്പ്, കഷായം ചവർപ്പ്. മൂന്നും കടുവായി മാറും, വിഭാഗത്തില് എരിവായിട്ട് മാറും. കയ്പുള്ള സാധനം അകത്തിന്ന് പഴിച്ചാല് അതറിയാൻ എളുപ്പമുണ്ട്. കഷായമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ആദ്യം തന്നെ പറയും കഷായം മുതലായതൊക്കെ കുടിക്കുമ്പോ, തിക്തകമൊക്കെ കഴിക്കുമ്പോ എരിവരുതെന്ന് പറയും. കാരണം ഇത് തന്നെ വേണ്ടത്ര എരിവകത്തുണ്ടാകും. പിന്നെ അതിന്റെ കൂടെ കുറെ എരിവൂടെ തട്ടിവിട്ടാല് പോക്കാകും. മനസ്സിലായെന്നറിയില്ല. കഷായം ചെലവാകണല്ലോ എന്നോർത്ത് അവശ്യം മുളക് കൂട്ടാം എന്ന് പറഞ്ഞാൽ കുപ്പി കഷായം ചെലവാകുന്നേ ഉള്ളൂ, ആള് പിടിയാവും. കാരണം ഇതതിന്റെ വിഭാഗത്തിലെത്തുമ്പോ കടുവാണ്, എരിവായിട്ട് തന്നെയാ വരുന്നത്. മാത്രമല്ല, എരിവൊന്നും കൂട്ടാത്ത രോഗി കഷായം കുടിച്ചു കഴിഞ്ഞ് തികട്ടുമ്പോൾ കയ്പല്ല തികട്ടുന്നത്. മനസ്സിലായെന്നറിയില്ല. എരിക്കുകയായിന്ന്. ശ്രദ്ധിച്ചിട്ടില്ല? ഇനി പോയി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ശാസ്ത്രം പണ്ടുകാലത്ത് പഠിക്കണമെങ്കിൽ, ഇങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതി വെക്കണമെങ്കിൽ, ഇന്നും അത് പരീക്ഷിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ ആണെങ്കിൽ, റീപ്രൊഡ്യൂസബിലിറ്റി പൂർണ്ണമായതിനുണ്ടെങ്കിൽ, ഈ എഴുതിയവനെ കണ്ടൊന്ന് ബഹുമാനിച്ചാൽ എന്താ ഇത്ര വലിയ തകരാറ്? നമ്മൾ ജനിക്കുന്നതിന് മുമ്പൊക്കെ എഴുതി വെച്ചു പോയതുകൊണ്ട് നമ്മുടെ PhDയും അവാർഡും പത്മഭൂഷണവും ഒക്കെ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വേദന അവരോടുള്ള ശത്രുതയാക്കി മാറ്റണോ? ചോദ്യം മനസ്സിലായില്ല. അതങ്ങ് പഠിച്ചാ പോരെ? എന്റെ കുസൃതി കൊണ്ട് ഞാൻ ചേർത്തത് അത്രയും ഭാഗം. അത്രയും ചേർത്തില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനമില്ല. നിങ്ങൾക്ക് സമാനായി. കാരണം ഈ പലരും എതിർക്കുന്നത് ഈ തല്ലിപ്പൊളികൾ ഇതൊക്കെ നേരത്തെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. അതെല്ലാം നമുക്ക് ചിന്തിക്കാം. അപ്പോ വിഭാഗം നമ്മൾ പറഞ്ഞ രസം, വീര്യം, വിഭാഗം, ഗുണം നേരത്തെ പറഞ്ഞു. പ്രഭാവം എന്ന് പറയുമ്പോ രണ്ടു പദാർത്ഥങ്ങളുടെ ചേരുവയിൽ നിന്നോ സ്വഭാവത്തിൽ നിന്നോ അല്ലാതെ ചിലത് വരും. നമ്മളുടെ ഇതുവരെയുള്ള പഠനത്തിൽപ്പെട്ട രസം, ഗുണം, വീര്യം, വിഭാഗം ഇവയിൽ പെടാത്തതും കൃത്യതയിൽ പറയാനാവാത്തതുമായി പ്രഭാവം. എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ കാണിക്കുന്ന പോലല്ല മറ്റത് കാണിക്കുന്നത്. അത് പ്രത്യേകം എടുത്തു വെച്ചിട്ട് അങ്ങനെ പറയുന്നത്. ഒരു സമയത്ത് കാണിക്കുന്ന പോലല്ല വേറൊരു സമയത്ത് കാണിക്കുന്നത്. ചില ഔഷധങ്ങളുടെ പ്രയോഗത്തിൽ അങ്ങനെയുണ്ട്. മുമ്പ് അത് കൊടുത്തപ്പോ കാണിച്ച പോലല്ല ഇപ്പൊ കാണിക്കുന്നത്. പ്രഭാവത്തെ പറ്റി അറിയില്ലെങ്കിൽ ആദ്യം കയറി അങ്ങ് പറയും അങ്ങനെ വരാൻ പാടില്ലല്ലോ, അങ്ങനെ വരാം, അതാ പ്രഭാവം. അത് വിചിത്ര പ്രത്യാരബ്ധത്തിൽ വരാം. അതുവരെ കൊടുത്ത രോഗിയിലൊക്കെ അത്ഭുതകരമായ റീപ്രൊഡ്യൂസബിലിറ്റി ഒക്കെ ഉണ്ടായി, ഇവനിലും ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ കഴിച്ചപ്പോൾ സംഗതി മാറുക. ഉടനെ വൈദ്യൻ തീരുമാനിച്ചു അങ്ങനെ വരാൻ പാടില്ല എന്ന്. വൈദ്യന് തീരുമാനിക്കാൻ പറ്റുമോ? അവന്റെ ശരീരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആദ്യ പ്രഭാവമാണെന്നും ആ പ്രഭാവം വിചിത്ര പ്രത്യാരബ്ധമാണോ സജാതീയ പ്രത്യാരബ്ധമാണോ എന്ന് നോക്കിക്കണ്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയണം. ബാക്കി പഠിച്ചു കഴിയുമ്പോൾ പറ്റും. ബാക്കി കഴിച്ചു കഴിയുമ്പോൾ ഈസിയാണ്. അവസാനത്തെ കാര്യം അത് ആദ്യം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു ശകല ഇടയ്ക്ക് പഠിക്കാനുണ്ട്. സ്വല്പം ക്ഷമ.
പേഷ്യന്റിന് പേഷ്യൻസ് ഇല്ലെങ്കിലും ഡോക്ടർക്കും വിദ്യാർത്ഥിക്കുമൊക്കെ പേഷ്യൻസ് വേണ്ടേ അല്ലേ? പണ്ട് ബിഷപ്പ് ചോദിച്ച പോലെ, കർത്താവെ എനിക്ക് മലയോളം ക്ഷമ തരണേ, അതിപ്പോ തന്നെ തരണേന്ന് പറഞ്ഞ വീണ്ടും മറന്നുപോയി. വല്ല തമാശയും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മറന്നുപോകും. അതാണ് ഈ കുഴപ്പം. ആ പ്രഭാവം. ഈ പ്രഭാവം ഉണ്ടാകുമ്പോ ഇങ്ങനെ പദാർത്ഥങ്ങളിൽ നിന്ന് വരുന്നത്, നമ്മിൽ നിന്നുള്ളത്, ഇത് രണ്ടുമല്ലാതെ വരുന്നത്. ഭയങ്കര രോഗമായിരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു അത്യാവശ്യം വന്നു. ഡൽഹിക്ക് പോകണം. പരീക്ഷണമൊക്കെ നടത്തി രോഗം ഉറപ്പാക്കി മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഡൽഹിയിൽ അവിടെ ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ വിമാനത്തെ കയറി ഇവിടെ തിരിച്ചെത്തി. രണ്ടാമത് കൊണ്ടുപോയി പരിശോധിച്ചപ്പോ രോഗമില്ല. അപ്പൊ ആദ്യത്തെ പരിശോധന തെറ്റാണെന്നാണ്. പക്ഷെ ഇത് കേട്ടിട്ട് പോയി നാളെ എല്ലാവരും വിമാനത്തെ കയറിയാ പോവില്ല. ഒരു തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി കൂടി. പ്രഭാവം കൊണ്ട് രോഗം മാറാം, ജപം കൊണ്ട് മാറാം. ഇത് കണ്ടു വേറൊരുത്തം പോയാല്, ആദ്യം പോയവൻ അറിയാതെ പോയതാ, അവന് മാറും. രണ്ടാമത് പോകുന്നവൻ ബോധപൂർവം പോകുന്ന അവന് കൂടും. കാരണം അവിടെ ഗണിത യുക്തികൾക്ക് അപ്പുറമാണ്. ഒരു ഡോക്ടർ പരിശോധിച്ചിരുന്നപ്പോ ഇങ്ങനെ കൂടുക, അയാൾ കുറിച്ചു കൊടുത്ത മരുന്നൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, കൂടുക. അങ്ങനെ ആയിട്ട് വളരെ ഉയർന്ന പഠനമുള്ള MD-യും DM-ഉം കഴിഞ്ഞ ആളാണ്. എങ്കിലും ഒരു പുതിയ ഡിഗ്രി എടുക്കാൻ അയാൾ ഇംഗ്ലണ്ടിലേക്ക് പോയി. ആ നേരത്തെ അയാളുടെ അസിസ്റ്റന്റ് ആയി ചാർജ്. അയാൾ ഒരു ദിവസം ഇതെല്ലാം കണ്ടിട്ട് തീരുമാനിച്ചു, ഏതായാലും പ്രൊഫസർ തോന്നുന്നതല്ലേ, പ്രൊഫസർ വരുന്നവരെ ഇവന് കാര്യമായ മരുന്നൊന്നും കൊടുക്കണ്ട, എന്നാലും പ്രൊഫസർ പറഞ്ഞു പോയത് കേൾക്കാതിരിക്കാൻ പറ്റുമല്ലോ, 2 ഡിസ്റ്റിൽഡ് വാട്ടർ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി, ചിലപ്പോ പോകും. അത് അയാളുടെ കൈയുടെ പ്രഭാവം കൊണ്ടാണ്. ഇപ്പൊ പ്രഭാവം മനസ്സിലായതുണ്ട്. ഇപ്പൊ ഈ നിയമങ്ങളിൽ ഒന്നും പെടാത്തതാണ് ഈ പ്രഭാവം. അതും ഒരു നിയമമാണ്. പലതും ആകാം. രോഗിയുടെ ഉള്ളിൽ തന്നെ വരാം, ബാഹ്യശക്തികളാൽ വരാം, ബാഹ്യദ്രവ്യങ്ങളാൽ വരാം, ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയതിന്റെ പേര് വരാം. നിയമമില്ല, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കുന്നതുകൊണ്ട് വിശ്വസിക്കുന്നു. നിയമത്തിലൂടെ ഇത് കണ്ടെത്തുകയല്ല, സംഭവത്തിലൂടെ നിയമം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. പക്ഷെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പരാജയം. അതെല്ലാം കൂടെ കൂടിയാണ് ഒരു എക്സെപ്ഷൻ. ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്ന് പറയാ ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ കുറവുണ്ട്, ഉണ്ടാവും. അതിന് തെളിവ് നീ പ്രാർത്ഥിച്ചിട്ടാണെന്ന്. എന്ത് കിടിപിടിയാവുള്ള നമുക്ക് അവൻ പ്രാർത്ഥിച്ചിട്ട് അല്ലെന്ന് സ്ഥാപിച്ചിട്ട് കുറഞ്ഞു എന്നുള്ളത് സമാനിച്ചുകൂടെ? മനസ്സിലായില്ല? ഓ അങ്ങനെയെങ്കിലും കുറഞ്ഞല്ലോ, സമാധാനായി. അത് പണ്ട് ഞാൻ തന്നൊരു മരുന്നിന്റെ ശക്തി ഇപ്പോൾ അവിടെ കിടന്നുറങ്ങിയത് ഉണർന്നു വന്നതുകൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടല്ലെന്ന് സ്ഥാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതും ആകാം, ഇതും ആകാം, ഏതും ആകാം. ഇതിനെയാണ് പ്രഭം എന്ന് പറയുന്നത്. പ്രഭാവം യാദൃച്ഛികമാണ്. അത് രണ്ടു വഴിക്ക്, ഒന്ന് വിപരീത പ്രഭാവം, ഒന്ന് അനുകൂല പ്രഭാവം. ചില ആളുകൾ രോഗിയെ ഒന്ന് കണ്ടേച്ചു പോയി കഴിഞ്ഞാൽ നല്ല സുഖാവും. അതുവരെ കുഴപ്പമായിരുന്നു. ഈ ചില അമ്മമാരൊക്കെ ഉണ്ട്, ഇവരുടെ കൂടെ ഉണ്ട് ചിലര്. അവർ കാണാൻ അവരുടെ ബന്ധുക്കളെ എല്ലാവരും വരുന്നു എന്ന് പറഞ്ഞാൽ, മക്കള് രാവിലെ എഴുന്നേറ്റപ്പം അമ്മ തന്നു കിടക്കുക, ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളം കോരാൻ മേല, പാത്രം തേക്കാൻ മേല, കുളിക്കാൻ മേല, എടുക്കാൻ മേല, ഒന്നും മേല, ഒറ്റ കിടപ്പാണ്. ചെന്ന് വിളിച്ചോ പറഞ്ഞു എനിക്ക് മേലാന്ന് പറഞ്ഞു. എനിക്കിന്ന് മേല, എനിക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേണേ വല്ലതും ചെയ്തോ പോക്കോ, ഞാൻ എഴുന്നേക്കുകയല്ലെന്നാ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വളരെ പ്രിയപ്പെട്ടൊരു ബന്ധു വിളിച്ചു. 10:30 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരികയാണ്. പക്ഷെ വിളിയേ വിളിച്ചുള്ളൂ, ഫോണിൽ കൂടെ. നമ്മൾ വന്നപ്പോ കാണുന്നത് ആള് ചടപെടാന്ന് എഴുന്നേറ്റ് പോയി കുളിച്ച് ശരിയായി നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ചു വന്ന് സുഖമായിട്ട് പാചകം ചെയ്യുന്നു. അപ്പൊ നമ്മളാ വിചാരിച്ചു ഇന്ന് ഒന്നും പറ്റുകയില്ലെന്ന്, നമുക്ക് വെള്ളം തരികയില്ലെന്ന്, നമ്മൾ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് എന്തോ ഈ പണി കാണിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അടുക്ക ചെന്ന് പതുക്കെ ചോദിച്ചു. അല്ല മേലാന്ന് പറഞ്ഞിട്ട് മേലെങ്കിലും നിന്റെ കാര്യമൊക്കെ ഓർത്തപ്പം
ഞാനങ്ങ് എഴുന്നേറ്റ് അതിരിക്കട്ടെ, ആ ഫോൺ ഞാൻ കേട്ടു, പോടാന്ന് പറഞ്ഞത് അവയായിട്ടിട്ട് ഓടിക്കും. അല്ലേ അല്ലേ? ഒരു വാക്കിന്റെ പ്രഭാവം. ഇത് വലിയൊരു ശാഖയാണ്. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് മനസ്സാണോ ഇന്ദ്രിയാണോ ഏത് കിടിപിടിയാണെന്ന് ഒരു പറച്ചിലും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ അറിയില്ല. അതാ മാന്യമായ വഴി. ഈ അറിയില്ലാത്തതിനെയൊക്കെ വ്യാഖ്യാനിക്കണം എന്നുള്ള നമ്മുടെ വിഡ്ഢിത്തമാണ് ഈ ലോകത്തിലെ അറിവില്ലായ്മയുടെ ആധാരം. അറിയാത്തതെന്ന് പറഞ്ഞൊരു ശാഖയെപ്പെടുത്തി അങ്ങ് മാറ്റി വെക്കുക. നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അത് അറിയണം എന്നുള്ളത് എന്തിനാ ഇത്ര നിർബന്ധം? അതറിയാതെ തന്നെ ഇരിക്കട്ടെ, അതും ഒരു സുഖമാണ്. എല്ലാം അറിഞ്ഞാൽ പിന്നെ എന്ത് സുഖമായിരിക്കുന്ന ചെയ്തത്? അതൊന്നും ഗവേഷണം ചെയ്യേണ്ട. ഗവേഷണം ചെയ്താലും ഫലമില്ലാത്തതാണ്. ഈ ഗവേഷണം ചെയ്യേണ്ട ഡേറ്റയൊക്കെ കറക്റ്റായിരിക്കണം. ഇതിന് ഡേറ്റ ഇല്ല. ഡേറ്റ ഇല്ലാത്ത താൻ എങ്ങനെയാ ഗവേഷണം ചെയ്യുന്നത്? അതുകൊണ്ട് ഗവേഷണത്തിനൊന്നും ഒതുങ്ങാത്ത, ഗവേഷണത്തിന്റെ കൈവിരികളിൽ പെടാ, അതിന് പുറത്തൊരു ലോകമുണ്ട്. വിട്ടുകൊടുക്ക്. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കും മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ ചിന്തകൾക്കും മനുഷ്യന്റെ യുക്തിക്കും ഒക്കെ പോകാവുന്നിടം വരെ പോയി ഇളകി മറിഞ്ഞ് തിരിച്ചു പോരുന്ന, ആ കൽമതിലുകളിൽ തട്ടി തിരിച്ചു പോരുന്ന, അതങ്ങനെ തന്നെ വിചാരിക്കുക. അതൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുന്ന പമ്പര വിഡ്ഢിത്തമാണ്. അത് അറിയാതിരിക്കുന്നതും അറിവില്ല എന്ന് പറയുന്നതുമാണ് അറിയുന്നതിനേക്കാൾ സുഖം. അത് അങ്ങനെയും കുറെ വേണ്ടേ? മനസ്സിലായില്ല? അപ്പൊ എന്തായാലും പ്രഭാവം ഇങ്ങനൊരു ലോകമുണ്ട്. അപ്പോ രസം, വീര്യം, വിഭാഗം, രസം, ഗുണം, രസം, വീര്യം, വിഭാഗം, പ്രഭാവം. ഈ പ്രഭാവത്തിന്റെ അംശങ്ങളിലാണ് പലപ്പോഴും തന്നിഷ്ടാദി കഷായങ്ങളും തന്നിഷ്ടാദി ചൂർണങ്ങളും ഒക്കെ ഫലിക്കുന്നത്. രോഗി 10 പ്രാവശ്യം നടന്നു വലയുമ്പോ ഡോക്ടറുടെ കൈക്കരുത്തും ഒക്കെ പരാജയപ്പെട്ടിട്ട് ഇനിയും ഇവനെ ഇങ്ങനെ കാണേണ്ടി വരുമല്ലോ ദൈവമേ എന്ന് ഓർത്ത് പേടിച്ച് വിഷമിച്ച്, ഇവന്റെ ശബ്ദം ഇങ്ങനെ ഞാൻ കേട്ടാൽ എന്റെ തന്നെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്ന് മനസ്സ് നിറഞ്ഞ് ആലോചിച്ച് ഒരു തന്നിഷ്ടാദി കഷായത്തിന് അറ്റ കൈ കുറിക്കും. മനസ്സിലാകാന്നറിയില്ല. അതൊരു പുസ്തകത്തിലുള്ള സാധനമല്ല. ഒരു തന്നിഷ്ടാദി കഷായം, ചുക്ക് ചുണ്ടയൊക്കെ ചേർത്ത് അന്നേരം കൈയുടെ അറ്റത്തേക്ക് വരുന്നതെല്ലാം നിരത്തി പിടിച്ചെഴുതി ഒരൊറ്റ കഷായം കുറിച്ച് കൈ കൊടുക്കും. പ്രഭാവം അനുകൂലമാണെങ്കിൽ ഇവനങ്ങ് കയറിപ്പോവും, പ്രതികൂലമാണെങ്കിൽ അങ്ങ് പോവും. ഏതായാലും പോവും, കാര്യത്തിന് ഉറപ്പാണ്. അത് ഈ അറ്റ കൈയാണ്. അതല്ലേ വൈദ്യന് അവസാനം ഒരു പ്രയോഗമുണ്ട്. ഈ അറ്റ കൈകൾ ഒരുപാടുണ്ട് വൈദ്യന്മാരുടെ. എല്ലാ